ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. 116 സങ്കീർത്തനം 6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. ദൈവം മുൻപാകെ നാം എത്രമാത്രം എളിമയോടുകൂടെ ജീവിക്കേണ്ടതാണ് എന്നുള്ളത് ഈ വാക്യത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് പറയുന്നത് നാം എളിമയുള്ളവരായി ജീവിക്കണം എന്നത്രേ. അങ്ങനെ നാം എളിമപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് എന്ന് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ സങ്കീർത്തനകർത്താവ് തന്നെ തന്നെ താഴ്ത്തി എളിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? കാരണം തന്നെ തന്നെ താഴ്ത്തി ഒരു എളിമപ്പെട്ട ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്, ഒരു എളിമയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോഴാണ് യഹോവ ചെയ്ത ഉപകാരങ്ങൾ കാണുവാൻ സാധിച്ചത്. അങ്ങനെ സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. ഈ ഒരു വലിയ ഉപകാരം കാണുവാൻ സാധിക്കണമെങ്കിൽ നാം എളിമപ്പെടേണ്ടത് ആവശ്യമാണ്. നാം എളിമപ്പെടാതെ ഇരിക്കുന്നുവെങ്കിൽ നാം ചെയ്തതായ കാര്യങ്ങളാണ് നമ്മുടെ മുൻപാകെ കടന്നു വരുന്നത്. എന്നാൽ നാം എളിമപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മെ തന്നെ ദൈവം മുൻപാകെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ യഹോവയായ ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത് എല്ലാം കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഉൾക്കണ്ണിനെ തുറക്കുന്നതായ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മെ തന്നെ ദൈവം മുൻപാകെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഈ താഴ്മ ധരിക്കുന്നത് വളരെ ചുരുക്കമാണ് എന്ന് കാണുവാൻ സാധിക്കും. ക്രൈസ്തവ കോളത്തിലും നാം അത് തന്നെയാണ് കാണുന്നത്. തന്നെത്താൻ താഴ്ത്തുവാൻ അധികമാരും തുനിയാറില്ല. തന്നെത്താൻ ഉയർത്തുവാനും മറ്റുള്ളവരുടെ മുൻപാകെ തന്നെ തന്നെ ഉയർത്തി കാണിക്കുവാനുമാണ് സാധാരണയായി ആളുകൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചതെന്താണ്? തന്നെത്താൻ താഴ്ത്തുവാൻ, ഒരു ദാസനാകുവാൻ, ദാസനെ പോലെ സേവനം ചെയ്യുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിലൂടെ താൻ ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ്. നാം ഏറ്റവും എളിമപ്പെടണം എന്നുള്ളതായ വിലയേറിയ ഒരു സന്ദേശം. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു വസ്തുത, സങ്കീർത്തനകർത്താവ് തന്നെത്താൻ എളിമപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവം ചെയ്തതായ ഉപകാരങ്ങൾ ഒന്നൊന്നായി താൻ എടുത്തു പറയുവാൻ തക്കോണം ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളതായ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. അതോട് ചേർത്ത് വെച്ച് വായിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് ഒക്കെ വിടുവിച്ചവനായ ദൈവം നിത്യമായ മരണത്തിൽ നമ്മെ വിടുവിച്ചതിലുള്ള ഏറ്റവും വലിയ ഉപകാര സ്മരണയോടുകൂടെ താൻ പറയുകയാണ്, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയായ ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ പദ്ധതി കർത്താവ് ഒരുക്കി എന്നുള്ളത് തന്നെയാണ്. ആ രക്ഷാപദ്ധതിയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഫിലിപ്പ് ലേഖനത്തിൽ ദൈവാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരുന്നവൻ അവിടുന്ന് എന്താണ് ചെയ്തത്? ഒരു ദാസരൂപമെടുത്തു. അതുപോലെ തന്നെ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടുന്ന് എത്രമാത്രം താണിറങ്ങി വന്നു. ദൈവരൂപത്തിലിരുന്നവൻ ഒരു മനുഷ്യനായി ഏറ്റവും താണിറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിൽ ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്, നമ്മെ തന്നെ
ദൈവസന്നിധിയിൽ നാം താഴ്ത്തി ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്, എളിമപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. വിശ്വാസികൾക്ക് പോലും താഴ്മ ധരിക്കുവാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും അവർ ഏറ്റവും വലിയ ആളുകളാണെന്ന് ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്, നാം ഏറ്റവും എളിമപ്പെടണം. വാസ്തവത്തിൽ നമുക്കത് സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഞാൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ചരിത്രം പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് താൻ ഏറ്റവും എളിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. തനിക്ക് വേണമെങ്കിൽ ഏറ്റവും ഉന്നതനായി ജീവിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പല അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ താൻ തൻ്റെ ഔന്നത്യമെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഏറ്റവും എളിമപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നതിന് ഇടയായി തീർന്നു. എളിമപ്പെടലിൻ്റെ വിവിധ വശങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു മഹാത്മാവായിരുന്നു മഹാത്മാഗാന്ധി. തനിക്ക് നാമമാത്രമായ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുവാൻ താൻ തുനിഞ്ഞതിൻ്റെ കാരണം പോലും തൻ്റെ എളിമപ്പെടലാണ്, സഹജീവികളോടുള്ള സ്നേഹമാണ്, മറ്റുള്ളവരെ എങ്ങനെ കരുതാൻ സാധിക്കും എന്നുള്ളതാണ്. അത്രമാത്രം എളിമപ്പെട്ട ഒരു ജീവിതത്തിലൂടെ ഈ വലിയ സന്ദേശത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. എന്നാൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മെ സംബന്ധിച്ച് എളിമപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നാം എത്രമാത്രം എളിമപ്പെട്ട് ജീവിക്കേണ്ടുന്നവരാണ്. ഈ ലോകത്തിൽ നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഏറ്റവും എളിമപ്പെട്ട് ജീവിക്കുക. അങ്ങനെ എളിമപ്പെടുമ്പോഴാണ് വലിയവനായ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഒന്നൊന്നായി കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ, അവിടുന്ന് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എത്രയോ വലുതാണ്. അസംഖ്യം ഉപകാരങ്ങൾ അവിടുന്ന് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും വിലയേറിയ ഉപകാരം അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്ത വലിയ രക്ഷണ്യവേലയാണ്. എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചതാണ്, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചതാണ്. അവിടുത്തെ പുത്രനിലൂടെ അവിടുന്ന് നൽകിത്തന്ന വിലയേറിയ രക്ഷയാണ്. അത് കാണുവാൻ ഇടയായതെപ്പോഴാണ്? തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും എളിമപ്പെട്ടപ്പോഴാണ്. ഏറ്റവും ഉന്നതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നുവെങ്കിലും ജീവിതത്തിൽ ഏറ്റവും എളിമപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വന്നതായ ദാവീദിൻ്റെ ചരിത്രം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയതായ പെട്ടകം 20 വർഷങ്ങൾക്ക് ശേഷം അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്തേക്ക് ദാവീദ് കൊണ്ടുവരുമ്പോൾ ദൈവം മുൻപാകെ, പെട്ടകത്തിൻ്റെ മുൻപാകെ താൻ സന്തോഷത്തോടെ നൃത്തം ചെയ്തു വരുന്നതായ സമയത്ത് തൻ്റെ ഭാര്യയായ മീഖൾ അവനെ നിന്ദിക്കുന്നത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ നിന്ദിക്കുമ്പോൾ ദാവീദ് മീഖളിനോട് പറയുന്നതായ കാര്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുൻപാകെ, അതെ, യഹോവയുടെ മുൻപാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നോക്ക്, ദാവീദ് പറയുകയാണ്, ഞാൻ ഏറ്റവും എളിയവനായിരിക്കും. അതുകൊണ്ട് സ്വയം മറന്ന് ദൈവം മുൻപാകെ താൻ നൃത്തം ചെയ്യുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ദൈവം മുൻപാകെ നമ്മെ താഴ്ത്തുവാൻ നമുക്കിടയായി തീരട്ടെ. നാം ഏറ്റവും എളിമപ്പെടുവാനും അങ്ങനെ എളിമപ്പെടുന്നതിലൂടെ കർത്താവ് നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളും കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനും നമുക്കിടയായി തീരണം. ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ നാം ഏറ്റവും എളിമപ്പെട്ട് കർത്താവ് നമുക്ക് കാണിച്ചു തന്നതായ മാതൃക നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്കിടയായി തീരണം. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുവാനും നമുക്ക് സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു പടിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് രാവിലെ അങ്ങനെ കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ഒന്നുമല്ല, ഏതുമല്ല, ഞാൻ അവിടുത്തെ മുൻപാകെ എന്നെ തന്നെ താഴ്ത്തുകയാണ്, എളിമപ്പെടുത്തുകയാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടുന്നത്? അവിടുത്തെ മുൻപാകെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവിന് നന്ദി പറയാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഏറ്റവും എളിമപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, പലപ്പോഴും ഞങ്ങളെ തന്നെ ഏറ്റവും ഉയർത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതായ മാതൃക പ്രകാരം
കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ, അങ്ങനെ എളിമപ്പെടുന്നതിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി പറയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, എളിമപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ കർത്താവെ, അവിടുത്തെ സാക്ഷ്യം ഞങ്ങളിലൂടെ ലോകം കാണുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവെ, അവരെ ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അത് നൽകിക്കൊടുത്ത് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹമാം